ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃക്കൂർ SMS റോഡ് തകർന്നു. കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ 640 മീറ്റർ ഭാഗം നിർമ്മിച്ചത്. റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നാട്ടുകാർ മുൻപ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇത്ര കാലമായിട്ടും റോഡ് പുനർനിർമ്മിക്കുകയോ കരാറുകാരനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ഒത്തുകളിക്കുകയാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത്. 3 വർഷത്തിനിടെ നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു. വർഷങ്ങളായി നാട്ടുകാർ ദുരിതയാത്ര നടത്തുമ്പോൾ പുതിയ കരാറുകൾ കൊടുത്ത് കരാറുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് ജനകീയ സമിതി ആരോപിച്ചു. ജനകീയ സമിതി നേതാക്കളായ കപിൽ രാജ്, മുരളി പാട്ടത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ നികേഷ്, ശാന്തി മണികണ്ഠൻ, പ്രിയ ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്.